Hello everyone, welcome back to my channel Business Studies Made Simple. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ബിസിനസ് എന്താണെന്നും ബിസിനസ്സിൻ്റെ ക്യാരക്ടേഴ്സും ദെൻ ആക്ടിവിറ്റീസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതെന്താണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തന്നെ അടുത്ത ടോപ്പിക്കാണ്. ഈ ബിസിനസ് ആക്ടിവിറ്റീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഈ ബിസിനസ് ആക്ടിവിറ്റീസ്, ബിസിനസ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ എന്താണ് പ്രൊക്യൂർമെൻറ്റ്, സെയിൽസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ആൻഡ് മെയിൻ എയിം ഓഫ് പ്രോഫിറ്റ് മേക്കിംഗ് ബൈ സാറ്റിസ്ഫൈങ് ദി ഹ്യൂമൻ നീഡ്സ് ആൻഡ് വോൺസ്. ഇതാണ് നമ്മൾ ബിസിനസ് എന്താണെന്ന് പറഞ്ഞത്. ബിസിനസ്സിന് കുറച്ച് ആക്ടിവിറ്റീസാണ്. ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഗുഡ്സ് നമ്മൾ വിൽക്കുകയോ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മളത് പ്രൊക്യൂർ ചെയ്യുകയോ ചെയ്യാണ്. ഗുഡ്സ് മാത്രമല്ല സർവീസസും. അപ്പോൾ ആ ബിസിനസ് ആക്ടിവിറ്റീസിനെ നമ്മൾ മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി, രണ്ട് കൊമേഴ്സ്. ഇൻഡസ്ട്രി നമുക്ക് എപ്പോഴും അറിയാം എന്തായിരിക്കും, പ്രൊഡക്ഷനാണ്. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ ഒക്കെയാണ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമറിലേക്ക് എത്തിക്കുക. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് കൊമേഴ്സിൽ വരുന്നത്. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് കൊമേഴ്സിൽ വരുന്നത്. അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റീസ് മെയിനായിട്ടും രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഇൻഡസ്ട്രി, രണ്ട് കൊമേഴ്സ്. ഇൻഡസ്ട്രി ഇറ്റ് ഡീൽസ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് കൊമേഴ്സ് ഇറ്റ് ഡീൽസ് വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമുക്കിനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രി എന്താണെന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം, അതാണ് ഇൻഡസ്ട്രീസ്. നമുക്കറിയാം ഒരു കോട്ടൺ, ഒരു പഞ്ഞി, അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡ്രസ്സ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ഒരു പഞ്ഞിയെ പ്രോസസ്സ് ചെയ്ത് പല പല സ്റ്റേജിൽ കൂടി പോയി അത് അവസാനം ഒരു ഡ്രസ്സായിട്ട് വരാൻ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഇൻഡസ്ട്രീസ് ആണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടേഴ്സ് ആണ്, പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു തടി, ഒരു ടിമ്പറും, അതൊരു ഫർണിച്ചർ ആവുന്നത് എങ്ങനെയാണ്, പ്രൊഡക്ഷൻ പ്രോസസ്സ് വഴിയാണ്. അത് ഇൻഡസ്ട്രീസ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ, ഇപ്പോൾ ഈവൻ ഒരു പെന്നായിക്കോട്ടെ, പെൻസിലായിക്കോട്ടെ, ഇപ്പം ഹോം അപ്ലയൻസസ് ആയിക്കോട്ടെ, ഇതൊക്കെ പ്രൊഡക്ഷൻ വഴിയാണ്. അതിൻ്റെ പല റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് പല സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ വഴി കടന്നു പോയിട്ടാണ് എന്ത് വരുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനും അവിടെ മെഷീൻസ് വേണം, എക്യുപ്മെൻറ്റ്സ് വേണം, ഇത് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണം, മാനേജ്മെൻറ്റ് വേണം. അപ്പോൾ ഇവരുടെയൊക്കെ ഹെൽപ്പോടുകൂടി എന്ത് ചെയ്യുക, റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ വിച്ച് കൺവേർട്ട്സ് ദി റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്കിൽ, എംപ്ലോയ്മെൻറ്റ്, എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീൻസ്. ഓക്കെ, സോ ബിസിനസ് ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് വൺ ആണ് ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രി തന്നെ വീണ്ടും എഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെറിഷ്യറി ഇൻഡസ്ട്രി. സോ ബിസിനസ് ആക്ടിവിറ്റി ഈസ് ഡിവൈഡഡ് ഇൻടു ടു, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്, ആൻഡ് ഇൻഡസ്ട്രി ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ത്രീ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി. ഇനി ഇതിൽ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദി agriculture or what we are directly extracting from the nature. നമ്മൾ എന്താണോ നേച്ചറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ നേച്ചറിനെ യൂസ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ഫേസിനെയാണ് നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതായത് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദി നാച്ചുറൽ റിസോഴ്സസ് ഓർ ദി എക്സ്ട്രാക്ഷൻ ഓർ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അത് നമുക്കിപ്പോൾ അഗ്രികൾച്ചർ ആവാം, നമ്മൾ എന്ത് ചെയ്യുക, ലാൻഡ് യൂസ് ചെയ്യാണ്. കാറ്റിൽ ഫീഡിങ്, പോൾട്രി, കോഴി വളർത്തൽ, അത് പശുവിനെ വളർത്തൽ, കന്നുകാലി വളർത്തൽ. അതുപോലെ തന്നെ ഒന്നാണ് എക്സ്ട്രാക്ഷൻ, എന്തെങ്കിലും നമ്മൾ ഭൂമിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അതായത് മൈനിങ് ആവാം, കോളാവാം, അതല്ല നമ്മൾ എന്തെങ്കിലും പെട്രോളിയം പ്രോഡക്റ്റ്സ് ആവാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഭൂമിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അല്ലേ, കുഴിച്ചെടുക്കുകയാണ്. അപ്പം പ്രൈമറി ഇൻഡസ്ട്രിയിൽ വരുന്നത് നമ്മൾ നാച്ചുറൽ റിസോഴ്സസുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഒന്നെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ ഉപയോഗിക്കുക, അഗ്രികൾച്ചർ അല്ലെങ്കിൽ പോൾട്രി, കാറ്റിൽ ഫീൽഡ് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നേച്ചറിനെ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ നേച്ചറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ മൈനിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ കോളോ പെട്രോളിയം പ്രോഡക്ട്സോ ഒക്കെ വരും. അപ്പോൾ ഈ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി നേച്ചറാണ്. അതിൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയും വരും, ജനറ്റിക് ഇൻഡസ്ട്രിയും വരും. സോ ഇൻഡസ്ട്രി ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി. അതിൽ പ്രൈമറി ഇൻഡസ്ട്രി തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എക്സ്ട്രാക്റ്റീവ് ആൻഡ് ജനറ്റിക്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എക്സ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ വിച്ച് ഈസ് എക്സ്ട്രാക്ട് സംതിങ് ഫ്രം ദ നേച്ചർ, റിസോഴ്സസ് നമ്മൾ നേച്ചറിൽ നിന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കുറച്ച് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്.
തന്നെ എക്സ്പ്ലോറേഷൻ, ഡയമണ്ട് നമ്മൾ എടുക്കുന്നത്, അതുപോലെ സർഫേഴ്സ് മൈനിങ്, മണൽ എടുക്കുക, ഗ്യാസ്, ദെൻ പെട്രോളിങ്, കോള്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ എക്സ്ട്രാക്ഷനകത്ത് വരുന്നതാണ്. അപ്പോൾ നേച്ചറിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, വിച്ച് ഈസ് കംസ് അണ്ടർ പ്രൈമറി ഇൻഡസ്ട്രി. ഇപ്പം മൈനിങ്ങോ ഫിഷിംഗ്, ഫാമിംഗ്, ഇതൊക്കെ എന്താണ്? എക്സ്ട്രാക്ഷൻ ആണ്. ദെൻ നമുക്ക് വരുന്നതാണ് ജനറ്റിക് ഇൻഡസ്ട്രി. ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അതായത് ആ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും നമ്മൾ എന്ത് ചെയ്യുക? വളർത്തി അതിനെ പറ്റി ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ അഗ്രികൾച്ചർ, കൃഷി, അതല്ലെന്നുണ്ടെങ്കിൽ പോൾട്രി, കോഴി വളർത്തൽ, ദെൻ നഴ്സറി, ദെൻ കാറ്റൽ ഫീഡിങ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ജനറ്റിക് ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. അതായത് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗ്രോയിങ് ആൻഡ് ബ്രീഡിംഗ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫോർ ഫ്യൂച്ചർ യൂസ്. നമ്മുടെ ഭാവിയിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും എന്ത് ചെയ്യുക? വളർത്തി ബ്രീഡ് ചെയ്ത് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ എന്ത് ചെയ്യുക? കന്നുകാലികളെയൊക്കെ വളർത്തില്ല, അല്ലെങ്കിൽ പോൾട്രി ഫാം, കോഴി വളർത്തലുണ്ടാവും, കൃഷികളുണ്ടാവും. ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ ഭാവിയിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കന്നുകാലികൾ, അതല്ലെന്നുണ്ടെങ്കിൽ ഈ കോഴികൾ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മൾ നേച്ചറിൽ നിന്ന് എക്സ്ട്രാക്ട് അല്ലെ നേച്ചറിന്റെ ഉപയോഗമാണ്. ഇതൊക്കെ നേച്ചറിൽ ഉള്ളതാണ്, മനുഷ്യൻ ഒരിക്കലും മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദി nature or the use and extraction of resources from the nature. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ജനറ്റിക് ആൻഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ആൻഡ് ഇനി സെക്കൻഡറി ഇൻഡസ്ട്രി ആണ്. ഇൻഡസ്ട്രിയിലെ സെക്കൻഡറി ഇൻഡസ്ട്രി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും പറയാറുണ്ട്. അത് അതിലെ പേരിൽ തന്നെ ഉണ്ട്. അതായത് നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, അതായത് സപ്പോസ് കോട്ടൺ, നമ്മൾ നേരത്തെ പറഞ്ഞ തടി, അല്ലെങ്കിൽ മരങ്ങൾ, ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതാണ്, അല്ലെ? നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുന്ന ആ ഒരു ഇൻഡസ്ട്രീസ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ടറിനെ പറയുന്ന പേരാണ് സെക്കൻഡറി ഇൻഡസ്ട്രി ഓർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കുന്ന ഇൻഡസ്ട്രിയാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. ഇത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് രണ്ട് എക്സാമ്പിൾ ആണ്. ഒന്ന് കോട്ടൺ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഡ്രസ്സായിട്ട് മാറ്റുന്നു. അതുപോലെ തന്നെ ട്രീസ് അല്ലെങ്കിൽ ടിമ്പർ, തടികൾ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫർണിച്ചറാക്കി മാറ്റുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ റോ മെറ്റീരിയൽസിനെയും നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ യൂസ്ഫുൾ പ്രോഡക്ട്സ് ആയിട്ട് മാറ്റുന്ന ആ ഒരു ഇൻഡസ്ട്രിയാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയില്ലേ, റോ മെറ്റീരിയൽസിനെ പല രീതിയിലായിട്ട് പ്രോസസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് അസംബിൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് മാറ്റുകയാണ്. ഇവർ എന്ത് ചെയ്യാണ്? ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. റോ മെറ്റീരിയൽസിൽ നിന്ന് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്. പല ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടി പോയിട്ടാണ് ഒരു റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റുന്നത്. അങ്ങനെയുള്ളതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. നമ്മളിപ്പോൾ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ബോട്ടിൽ മാനുഫാക്ചറിങ് ആണ്. നമുക്കറിയില്ലേ, നമുക്ക് നാച്ചുറൽ നിന്ന് കിട്ടുന്ന, അതായത് പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം നമ്മളത് എടുത്ത് അത് പല പ്രോസസ്സ് വഴി ഫിൽറ്റർ ചെയ്ത് ക്ലീൻ ആക്കി ബോട്ടിലിൽ സെറ്റ് ചെയ്ത് നമ്മുടെ കടകളിൽ കിട്ടുന്ന മിനറൽ വാട്ടറിന്റെ ബോട്ടിലാക്കി മാറ്റുകയാണ്. അങ്ങനെയുള്ള ഇതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. നമുക്കിപ്പോൾ ബിസ്ക്കറ്റ്സ് പറയാം, അതല്ലെങ്കിൽ കേക്ക്, നമുക്ക് എല്ലാ ഷോപ്സിലും കിട്ടുന്ന, നമ്മൾ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങളും പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് വെച്ചിട്ട് സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ വരുന്ന ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. റോ മെറ്റീരിയൽസ് പല പ്രോസസ്സ് വഴി എന്ത് ചെയ്യുക? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റുന്നു. സെക്കൻഡ് ടൈപ്പ് ഓഫ് സെക്കൻഡറി ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ. നമുക്കറിയാം കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീടുകൾ, പാലങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ, റോഡ്, ഇതൊക്കെ എന്ത് ചെയ്യുക? അവർ കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം സെക്കൻഡറി ഇൻഡസ്ട്രി തന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഉണ്ട്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബിസിനസ് ആക്ടിവിറ്റി മെയിൻലി ഡിവൈഡ് ചെയ്യുന്നത് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അതിൽ ഇൻഡസ്ട്രി തന്നെ നമ്മൾ അഗെയിൻ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെറിഷറി ഇൻഡസ്ട്രി. അതിൽ പ്രൈമറി ഇൻഡസ്ട്രി നമ്മൾ ജനറ്റിക് ആൻഡ് എക്സ്ട്രാക്റ്റീവ് പറഞ്ഞു. സെക്കൻഡറി ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞത് മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിഷറി ഇൻഡസ്ട്രി ആണ്. ടെറിഷറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മാനുഫാക്ചറിങ്ങും എക്സ്ട്രാക്ഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ടെറിഷറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും സർവീസസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സർവീസ് ഇൻഡസ്ട്രി എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. ഗുഡ്സ് ആൻഡ് സർവീസസിൽ പറയണ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഡസ്ട്രിയാണ് ടെറിഷറി ഇൻഡസ്ട്രി. അതായത് നമ്മുടെ ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ സെക്കൻഡറി ആൻഡ് പ്രൈമറി ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ടെറിഷറി ഇൻഡസ്ട്രി. അതായത് ട്രേഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇതൊക്കെ എന്താണ്? സർവീസസ് ആണ്. അപ്പം ടെറിഷറി ഇൻഡസ്ട്രി വിച്ച് ഈസ് റിലേറ്റഡ് ടു ദി സർവീസസ് and which supports the other industries in the economy, something like transportation, banking and insurance. So ഈ മൂന്ന് ഇൻഡസ്ട്രി വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രീസ് കംപ്ലീറ്റ് ആവുകയാണ്.